1975 ഊരുട്ടമ്പലം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചവരുടെ കൂട്ടായ്മ വീണ്ടും ഒത്തുചേർന്നു. കൂട്ടായ്മയിലെ അംഗവും അരുവിക്കര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ അനിൽകുമാറിന്റെ വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായാണ് കൂട്ടായ്മ വീണ്ടും ഒത്തുചേർന്നത്. ഈ മാസം 31-നാണ് അനിൽകുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. കാട്ടാക്കടയിലാണ് ഇത്തവണ കൂട്ടായ്മയിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. അനിൽകുമാറിന്റെ ഭാര്യ സഹോദരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറാണ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തത്. അനിൽകുമാറിന്റെ ബന്ധുക്കൾ, അദ്ദേഹം ജോലി ചെയ്ത വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സഹപ്രവർത്തകർ, ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിന്റെ ഭാഗമായിരുന്നു. നിരവധി പേർ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപാഠി കൂടിയായ മറ്റൊരു അനിൽകുമാർ ഒരു കന്നുകുട്ടിയെയാണ് ഉപഹാരമായി നൽകിയത്. 1-ാം പള്ളിക്കൂട കൂട്ടായ്മ ഗാനങ്ങളും അവതരിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. അവരുടെ മനസ്സിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഒരു ചരടിൽ കോർത്തെടുത്ത ഈ പൂക്കളെ പോലെയാണ്, ഒരൊറ്റ ഹാരമായിട്ടാണ് ഈ 1-ാം പള്ളിക്കൂടം മുന്നോട്ട് പോകുന്നതെന്നത് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഏറ്റവും അനുഭവേദ്യമാകാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു സൗഹൃദത്തെ ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനിക്കാൻ ഇട നൽകുന്നതാണ്. ഞാൻ മറ്റൊരു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മകൻ, അവൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 2-ാം വർഷത്തെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. അധ്യാപികയായിട്ടുള്ള എൻ്റെ സഹോദരി PR വില്യം സ്കൂളിലാണ്, ഹൈസ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൗഹൃദവും ഈ മെയ് മാസം 31-ാം തീയതി നിരവധി ആളുകളാണ് നമ്മുടെ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അനിൽ എൻ്റെ കൂടെ ഞാൻ SI ആയിരുന്നപ്പോഴോ CA ആയിരുന്നപ്പോഴോ DSP ആയിരുന്നപ്പോഴോ അനിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാനിവിടെ വന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? കാരണം അനിൽ ഞാൻ 95 ബാച്ചിലെ പോലീസുകാരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ SI ആയിട്ട് പോയത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസിപ്ലിനാണ്. അപ്പോൾ അതിൽ വളരെയധികം ഡിസിപ്ലിനായിട്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സാധാരണ നമ്മുടെ 2011 പുതിയ പോലീസ് ആക്ട് വന്നതിന് ശേഷം നേരത്തെയുള്ള പോലീസിൻ്റെ പറഞ്ഞ് കേട്ടിരുന്ന മർദ്ദന മുറകളും അതെല്ലാം മാറ്റി ജനസൗഹൃദമായൊരു പോലീസായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൽ വളരെ സ്യൂട്ടബിളായിട്ട്, വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് വളരെ സൗഹാർദ്ദപരമായിട്ട് മിക്കവാറും സ്റ്റേഷനിൽ വരുന്ന പെറ്റീഷൻസൊക്കെ കൈകാര്യം ചെയ്യുന്നത് അനിലാണ്. ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതിയോ പിന്നെ ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു അല്ലെങ്കിൽ ഞങ്ങളോട് കാര്യത്തിൽ സംസാരിച്ചു അങ്ങനെയുള്ള യാതൊരു പരാതിയും ഇത്തരം ദിവസത്തിനുള്ളിൽ കേൾക്കേണ്ടി വന്നില്ല. എന്ന് പറയുന്നത് അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതുപോലെ തന്നെ ആയിരുന്നു ജോലി ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു ദിവസം പഠിക്കാൻ നിർബന്ധിതരായ ഒരു ബാല്യം എല്ലാവർക്കും ഉണ്ട്. ആ ബാല്യത്തിൽ കണ്ടുമുട്ടിയ കൊച്ചു നിക്കറുകാരും പാവാടക്കാരിയാണ് ഇന്ന് ഈ സദസ്സിനെ ഇങ്ങനെ വർണ്ണാഭമാക്കിയത്. ഞാൻ വളരെ നിശബ്ദനായി രഹസ്യമായി ഇറങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കാതെ തലപ്പാവും എല്ലാം ആക്കി കോമാളിയാക്കി എന്നെ ഈ സദസ്സിനെ പരിചയപ്പെടുത്തി. ആ കോമാളത്തെ ഞാൻ ശിരസാ വഹിക്കുന്നു. പക്ഷേ ആക്കി എൻ്റെ 1-ാം പള്ളിക്കൂടം പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഈ സൗഹൃദം കുറച്ചു കാലമായി ആതുര സേവനത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു സൗഹൃദം കൂടിയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഈ സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നേരത്തെ പറഞ്ഞു, സംഘർഷരഹിതമായ 32 കൊല്ലത്തെ സർവീസ് ഈ ഏതാനും ദിവസങ്ങൾക്കകം അസ്തമിക്കുകയാണ്. ധാരാളം ജീവിതാനുഭവങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങളെ പഠിച്ചിട്ടുണ്ട്.